ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ അത്യുഗ്രൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം. അങ്ങനെ അഭിയാണെങ്കിൽ ആദർശിനെ കുറ്റപ്പെടുത്തി സംസാരിച്ചുകൊണ്ടിരിക്കുക. ആദർശേട്ടാ, എന്തൊക്കെ പറഞ്ഞാലും ആദർശേട്ടൻ ചെയ്തത് വലിയൊരു തെറ്റ് തന്നെയാണ്. ആ തെറ്റ് മറച്ചു വെച്ചിട്ട് ആദർശേട്ടൻ തന്നെ എത്ര ന്യായീകരിക്കാൻ ശ്രമിച്ചാലും ഒന്നും നടക്കില്ല. ആദർശേട്ടാ, സത്യം എന്താണെന്ന് എല്ലാവർക്കും അറിയാലോ. അതെ, സത്യം എന്താണെന്ന് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ ആരെയും ബോധിപ്പിക്കേണ്ട ആവശ്യം എനിക്കില്ല. ദേ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. നിന്നെ ഞാനൊരു ബ്രാഞ്ച് ഏൽപ്പിച്ചിട്ടുണ്ട്. ആ ബ്രാഞ്ച് നല്ല രീതിയിൽ നോക്കി നടത്താൻ നോക്ക്. അല്ലാതെ മറ്റുള്ളവരുടെ മെക്കിട്ട് കയറി ഇങ്ങനെ നടന്നാലേ ഒന്നും നടക്കില്ല, മനസ്സിലായോ എന്നും. അത് കേട്ടതും അഭി എന്തിനാ ആദർശേട്ടൻ കുറ്റം പറയുന്നേ? ആദർശേട്ടൻ ചെയ്തത് ന്യായമുള്ള കാര്യമാണോ? ഒരിക്കലും അല്ല. എല്ലാവരുടെ മുൻപിലും എൻ്റെ അനിയത്തി ആദർശേട്ടൻ നാണം കെടുത്തുമല്ലേ. അതിന് അവളെ ഞാനൊന്നും നാണം കെടുത്തില്ലല്ലോ. എല്ലാം അറിഞ്ഞുകൊണ്ട് നയന എൻ്റെ കൂടെ നിൽക്കുന്നത്. നയനയ്ക്കൊരു കുഴപ്പമില്ല. പിന്നെ നിങ്ങൾക്ക് എന്താ പ്രശ്നം? ദേ നവ്യെ, ഒരു കാര്യം ഞാൻ പറയാം. ഞാൻ നിങ്ങളുടെ മെക്കിട്ട് കയറാനൊന്നും വരുന്നില്ലല്ലോ. പിന്നെ ഏത് നേരവും ആ കാര്യം പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നടക്കുന്ന എന്തിനാ? ആദർശേട്ടൻ സൂക്ഷിച്ചോ. നാളെ ആ അനക്കെങ്ങാനും അസുഖം മാറി വന്നാൽ ആദർശേട്ടൻ അവളെ സ്വീകരിക്കേണ്ടി വരും. അങ്ങനെ വരുവാണെങ്കിൽ ഞാൻ നോക്കിക്കോളാം എന്താ പ്രശ്നമെന്ന്. നീ അതിൽ തലയിടാൻ വരണ്ട, മനസ്സിലായല്ലോ എന്നും പറഞ്ഞുകൊണ്ട് ആദർശ് അങ്ങ് പോവുക. ഈ സമയം അഭി കണ്ടില്ലേ, അയാൾക്കുടെ അഹങ്കാരം കണ്ടില്ലേ? ഭയങ്കര അഹങ്കാരമാണ്. അയാളെ ഒരിക്കലും കണ്ണോടിച്ച് വിശ്വസിക്കരുത് നവ്യെ. ഞാൻ എന്തിനാ അഭി വിശ്വസിക്കുന്നേ? ഇയാളെയൊക്കെ വിശ്വസിക്കുന്ന എൻ്റെ അനിയത്തി എന്ന് പറയുന്നവളല്ലേ. അവൾക്കാണെങ്കിൽ തീരെ ഇതില്ല, ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ അവളിങ്ങനെ ചെയ്യുമായിരുന്നോ? ഒരിക്കലും ചെയ്യില്ലായിരുന്നു എന്നൊക്കെ പറയാം. എന്നാൽ ശരി നവ്യെ, ഞാനൊന്ന് ബ്രാഞ്ച് വരെ പോയിട്ട് വരാം എന്നും പറഞ്ഞുകൊണ്ട് അഭി അങ്ങ് പോവുക. ഈ സമയം പിന്നീട് കാണിക്കുന്നത് നേരം രാത്രിയായപ്പോഴത്തേക്കും നമ്മുടെ നയന ആദർശിനെ ഫോൺ വിളിക്കുകയാണ്. അപ്പോൾ ആദർശിനെ വിളിക്കാൻ തുടങ്ങുമ്പോഴത്തേക്ക് ആദർശ് ഇങ്ങോട്ട് വിളിച്ചു. ആദർശേട്ടനെ അങ്ങോട്ട് വിളിക്കാൻ തുടങ്ങിയപ്പോഴേക്കും ആദർശേട്ടൻ ഇങ്ങോട്ട് വിളിച്ചല്ലോ എന്നും ആലോചിച്ചുകൊണ്ട് നയന ഫോൺ എടുക്കുക. ഹലോ ആദർശേട്ടാ, ഞാൻ അങ്ങോട്ട് വിളിക്കാൻ തുടങ്ങുമായിരുന്നു. നീ എന്തെടുക്കുക നയനെ? ഒന്നും പറയേണ്ട ആദർശേട്ടാ, വെറുതെ ഇങ്ങനെ ഇരിക്കുക. ആദർശേട്ടനും കൊച്ചുമില്ലാത്തതുകൊണ്ട് വല്ലാത്തൊരു ബോറടി. അതിനെന്താ, നാളെ നീ ഇങ്ങോട്ട് വരുമല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സംസാരിക്കുക. ഇപ്പം എനിക്ക് കുറച്ച് സമാധാനം ഉണ്ട് നയനെ. മനസ്സിന് ചെറിയൊരു ആശ്വാസമുണ്ട്. അമ്മയും അച്ഛനും സത്യങ്ങളൊക്കെ അറിഞ്ഞല്ലോ, അതിൻ്റെ സന്തോഷം മനസ്സിലുണ്ട് നയനെ എന്നൊക്കെ പറയാം. ആ ഒരു ആശ്വാസം എനിക്കും ഉണ്ട് ആദർശേട്ടാ. ഇപ്പം അമ്മയ്ക്ക് നമ്മളോടുള്ള എല്ലാ ദേഷ്യവും പോയല്ലോ. ഇപ്പം അമ്മ നമ്മളെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നുണ്ട്. ആദർശേട്ടൻ നോക്കിക്കോ, ഇനി അങ്ങോട്ട് നമുക്ക് നല്ല കാലമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നയന ഇങ്ങനെ സംസാരിക്കുക. ദേ എത്തിയല്ലോ നയനാമ്മയുടെ ചന്തുമോള് എന്നും പറയാം. അപ്പോൾ ചന്തുമോളുടെ ഫോൺ കൊടുക്കുക ആദർശ്. നമ്മളെ സംസാരിക്കേ. ഹലോ നയനാമ്മേ. ചന്തുമോളെ, മോളെന്തെടുക്കുക? ഒന്നും എടുക്കണില്ല നയനാമ്മേ. ഞാൻ മുത്തശ്ശിയുടെ കൂടെ അച്ഛൻ്റെ റൂമിൽ വെറുതെ വന്നതാ. ആണോ? എന്നാലേ മോള് ഇന്ന് അച്ഛൻ്റെ കൂടെ കിടന്നുറങ്ങിക്കോട്ടോ. അച്ഛൻ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ. ശരി നയനാമ്മേ. നാളെ സ്കൂളിൽ പോകണ്ടേ മോളിന്? പോകണം. എന്നാലേ നമുക്ക് മറ്റൊന്ന് പോവാം. നാളെ പോയിട്ട് കൊച്ചിനുള്ള ബാഗും കുടയും ചെരുപ്പും ബോക്സും ബോട്ടിലും എല്ലാം മേടിക്കാട്ടോ. ശരി നയനാമ്മേ, എന്നാൽ കിടന്നുറങ്ങിക്കോ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ നയന ഫോൺ ആദർശിൻ്റെ കയ്യിലേക്ക് കൊടുക്കാൻ പറയും. അങ്ങനെ ആദർശ് ഫോൺ വാങ്ങിച്ചു. എന്നാൽ ശരി നയനെ, നീ കിടന്നോ, നാളെ കാണാം. ശരി ആദർശേട്ടാ എന്നും പറഞ്ഞുകൊണ്ട് ഫോൺ കട്ട് ചെയ്യാണ്. ഈ സമയം ഇപ്പോഴാടാ എനിക്കൊരാശ്വാസം. കാരണം നയനമോളുടെ അച്ഛനും അമ്മയും എല്ലാം അറിഞ്ഞപ്പോൾ എന്തോ മനസ്സിലെ വലിയൊരു ഭാരം ഒഴിഞ്ഞു പോയ പോലെ ഉണ്ട്. അതെ അമ്മേ, അത് തന്നെയാണ് എൻ്റെ ഇത്. പിന്നെ ഇനി അങ്ങോട്ട് നമുക്ക് സന്തോഷത്തോടെ കയറി ചെല്ലാം. പക്ഷേ അഭിക്കാണ് ഇനി പ്രശ്നം. നവ്യ ഒന്നും അറിഞ്ഞിട്ടില്ല. അഭിയാണ് എല്ലാ തെറ്റും ചെയ്തതെന്ന് നവ്യ അറിഞ്ഞു കഴിഞ്ഞാൽ തീർന്നു, അതോടുകൂടെ അല്ല. പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല എന്നും പറയാതെ കേട്ടതും ആകെ ടെൻഷൻ അടിച്ച് നമ്മുടെ ഇതിങ്ങനെ ഇരിക്കുക. ദേവേന ഇങ്ങനെ നോക്കുക, കനക ഇങ്ങനെ നോക്കുക. ആദർശിനെ ദേവേന ഇങ്ങനെ നോക്കുക. ഈ സമയമാണെങ്കിൽ ആദർശ് പറയാം, അമ്മേ എന്തായാലും ഒരു കാര്യം ഞാൻ പറയാം. നയനയുടെ അച്ഛനും അമ്മയും സത്യങ്ങൾ അറിഞ്ഞു. ഇനി അവർ എന്നോട് കാണിച്ചതുപോലെ അഭിയോട് കാണിക്കുമെന്ന പേടി. അതിലവരെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല മോനെ. കാരണം അവരുടെ മക്കളുടെ ജീവിതം തകരുമെന്നുള്ളൊരു ടെൻഷൻ അവർക്കുണ്ടാവുമല്ലോ. ആ ടെൻഷനിൽ അവരങ്ങനെ നോക്കിയെങ്കിൽ അതിൽ നമുക്ക് അത്ഭുതപ്പെടാനൊന്നുമില്ല. അതെ, അതുകൊണ്ടാണ് ഞാനും ഇങ്ങനെ പേടിച്ച് നിൽക്കുന്നത്. എന്ത് ചെയ്യണമെന്ന് ഓർത്തിട്ട് ഒരു പിടിയും കിട്ടുന്നില്ലമ്മേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുവാണ്. ഈ സമയം മോളെ, കുഞ്ഞാന്ന് ഇവിടെ കിടന്നോട്ടോ. ദേ അച്ഛനെ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ, അതുകൊണ്ട് മോളച്ഛൻ്റെ ഒപ്പം കിടന്നോളൂ. ശരി മുത്തശ്ശി. അമ്മ വേണമെങ്കിൽ കൊച്ചിനെ കൊണ്ടുപോയിക്കോ അമ്മേ. വേണ്ടടാ, നീ ഒറ്റയ്ക്കല്ലേ, കൊച്ചി ഇവിടെ കിടന്നോട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ദേവേനെ അങ്ങ് പോവുക. ഈ സമയം ചന്തുമോളെ കട്ടിലേക്കേറ്റി കിടത്തിയിട്ട് നമ്മുടെ ആദർശ് താരാട്ടൊക്കെ പാടി ഇങ്ങനെ ഉറക്കുക. ഈ സമയം ചന്തുമോള് ആദർശിൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കുവാണ്. ഇതേ സമയം നേരം വെളുത്തതും നമ്മുടെ കനകയും ഗോവിന്ദും അവിടെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക. എന്നാലും അഭി ഇത്ര വലിയൊരു ദ്രോഹം ചെയ്യുമെന്ന് അറിഞ്ഞില്ലല്ലോ ഗോവിന്ദേട്ടാ. നമ്മൾക്കത് അറിയാനായിട്ടൊന്നുമില്ലല്ലോ കനകെ. ഇത്രയും നാളും
ആദർശമോനെ നമ്മൾ കുറ്റപ്പെടുത്തി. പക്ഷെ അഭിയാണ് തെറ്റെയ്തെന്ന് അറിഞ്ഞപ്പോൾ നമ്മുടെ മനസ്സിൽ ഒരു ചെറിയ ആശ്വാസം ഉണ്ടെങ്കിലും പിന്നീടൊരുള്ള ഹോസ്പിറ്റലിൽ പോയിട്ടല്ലേ അമ്മയുടെ അടുത്തേക്ക് പോകേണ്ടത്, അതുകൊണ്ട് ചേച്ചി പോകാൻ നോക്ക് എന്നും പറയുക. അത് കേട്ടതും നമ്മുടെ നവ്യയും കൊണ്ട് അങ്ങ് പോവുക. ഈ സമയം കണ്ടില്ലേ, എല്ലാം അവനറിയാം, എന്നിട്ട് ഒന്നും അറിയാത്തതുപോലെ നിന്ന് ആദർശനെ കുറ്റപ്പെടുത്തുക. ഇതൊക്കെ കേൾക്കുമ്പോൾ അവൻ്റെ കാരണം അടിച്ചൊന്ന് പോയിക്കാൻ തോന്നുന്നുണ്ട്. എന്ത് ചെയ്യാനാ, എല്ലാം സഹിച്ചല്ലേ പറ്റൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ദേവയാനിയും ആദർശവും നയനയൊക്കെ ഇങ്ങനെ നിൽക്കുക. ഈ സമയം പിന്നീട് കാണിക്കുന്നത് കനകയും നന്ദുവിനെയും ഗോവിന്ദനാണ്. അതേ അച്ഛാ, അവരിങ്ങോട്ട് വരുന്നുണ്ട്. ചേച്ചി ആദർശേട്ടൻ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ, ഒരിക്കലും അഭി അറിയരുത് അവൻ്റെ കുഞ്ഞാണെന്ന് നമ്മൾ അറിഞ്ഞു എന്ന്. മനസ്സിലായല്ലോ? അങ്ങനെ അറിഞ്ഞു കഴിഞ്ഞാൽ ആ കുഞ്ഞിനാണ് ആപത്ത്. അറിയാം മോളെ, പക്ഷെ ഞങ്ങൾക്ക് അഭിനയിക്കാൻ അറിയില്ലല്ലോ എന്നും ഗോവിന്ദൻ. അത് കേട്ടതും അഭിനയിക്കാൻ അറിയില്ലെന്നോ? അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല, ഇവിടെ നമ്മൾ അഭിനയിച്ചേ പറ്റൂ, ഇല്ലെങ്കിൽ ആ കൊച്ചിൻ്റെ അമ്മയുടെയും ജീവൻ അപകടത്തിലാവും എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും നവ്യയും കൂട്ടി അകത്തേക്ക് വരിക. അകത്തേക്ക് വന്നതും ആരിത്, വാട ഉണ്ണിക്കുട്ട എന്നും പറയുക. അങ്ങനെയൊക്കെ വിളിച്ചിട്ടും അഭിയെ രണ്ടുപേരും തുറച്ചു നോക്കുക. അഭിയെ രണ്ടുപേരും തുറച്ചു നോക്കുന്നത് അഭി ശ്രദ്ധിക്കുകയാണ്. അല്ല, നിങ്ങൾ രണ്ടുപേരും എന്താ ഇത്ര ടെൻഷനോടെ ഇരിക്കുന്നത്? ടെൻഷനൊന്നും ഇല്ല മോനെ, ആദർശിൻ്റെ കാര്യം ഓർത്തിട്ട് ഓരോന്ന് ആലോചിച്ചതാ എന്നും ഗോവിന്ദ്. ഈ സമയം നമ്മുടെ അഭി ഒന്നും പറയണ്ടമ്മേ, ആദർശേട്ടൻ ഇപ്പോഴും ആ ചന്തുമോളെയും കൊണ്ട് നടക്കുക. ആ ചന്തുമോളെ ആദർശേട്ടൻ ഇപ്പോൾ ബാഗും സാധനങ്ങളൊക്കെ മേടിച്ചു കൊടുക്കുക. ആദർശേട്ടൻ ചെയ്യുന്നതിൽ തെറ്റില്ല, പക്ഷേ ഈ നയനെ എന്ത് കണ്ടിട്ടാണ് അവളെ സപ്പോർട്ട് ചെയ്യുന്നതെന്ന് മനസ്സിലാവുന്നില്ല. അതുകൊണ്ടാണ് എനിക്ക് സങ്കടം. പാവം, നാളെ അനഘയെങ്ങാനും അനന്തപുരിയിലേക്ക് വന്ന വീട് വിട്ട് വരേണ്ടി വരും ഏട്ടത്തിക്ക്. അങ്ങനെ ഒരിക്കലും വരേണ്ടി വരില്ല മോനെ, എൻ്റെ മോളെ അവിടെ നിന്ന് ഇറക്കി വിട്ടാലും മോൾ അവിടെ നിന്ന് പോരത്തില്ല എന്നും നമ്മുടെ കനകയും ഗോവിന്ദനും പറയുക. അത് കേട്ടതും എൻ്റെ അച്ഛാ, നയനേട്ടത്തെ അവിടെ നിന്ന് വന്നില്ലെങ്കിലും അവിടെ നടക്കാൻ പോകുന്ന എന്താണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഒന്നും പറയാൻ പറ്റില്ലല്ലോ. നയനേട്ടത്തിയെ അവിടെ ഒന്നും അടിച്ചിറക്കും ആദർശേട്ടൻ, ഒരിക്കലുമില്ല. ആദർശം അങ്ങനെ നയനയെ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കില്ല. അല്ലെങ്കിൽ കണ്ടോ, അനഘ വന്നു കഴിഞ്ഞാൽ രണ്ടുപേരും ഒരുമിച്ച് ആദർശൻ്റെ കൂടെ ജീവിക്കേണ്ടി വരും. അതൊക്കെ പിന്നെ നോക്കാം. എന്തായാലും ഇനിയിപ്പോൾ അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. എന്ത് ചെയ്താനാ, എല്ലാം നമ്മുടെ തലവിധി. ആരെയും കണ്ണടച്ച് വിശ്വസിക്കാൻ പറ്റില്ല മോനെ എന്നൊക്കെ പറഞ്ഞിങ്ങനെ ഉപദേശിക്കണം. ഈ സമയം ആദർശേട്ടനും നയനേടത്തിയും ഭയങ്കര സ്നേഹത്തിലാണെന്ന് എല്ലാവരുടെയും വിചാരം. എന്നാൽ ചന്തുമോൾക്ക് വേണ്ടി അവർ സ്നേഹം അഭിനയിക്കുമെന്നാണ് ഞങ്ങൾക്ക് തോന്നുന്നേ. അല്ല മോനെ അഭി, നിനക്ക് ജ്വല്ലറിയിലേക്ക് പോകണ്ടേ? ജ്വല്ലറിയിലേക്ക് പോയിക്കോ, നേരം വൈകും, എന്നിട്ട് ഇങ്ങോട്ട് പോന്നാൽ മതി. അത് കേട്ടതും അഭിക്കൊരു സംശയത്തോടെ അഭി കനകയെയും ഗോവിന്ദനെയും നോക്കി. എന്നിട്ട് എന്നാൽ ശരി നവ്യ, ഞാൻ പോയിട്ട് വരാം എന്നും പറഞ്ഞുകൊണ്ട് അഭി അങ്ങ് പോവുക. ഈ സമയമാണെങ്കിൽ നവ്യ, അമ്മ എന്താ അഭിയെ അങ്ങോട്ട് നൈസായിട്ട് ഒഴിവാക്കിയത്? അമ്മ അഭിയെ ഒഴിവാക്കിയതുപോലെയാണല്ലോ എനിക്ക് തോന്നിയത്. ഒഴിവാക്കിയതൊന്നും അല്ല മോളെ, അവനോ ജ്വല്ലറി പോകണമെന്ന് പറഞ്ഞല്ലോ, അതുകൊണ്ട് പോയിക്കോളാൻ പറഞ്ഞതാ. പോയിട്ട് വന്നിട്ട് വേണമെങ്കിൽ സംസാരിക്കാമല്ലോ. അവൻ പോയിട്ട് വരട്ടെ, എന്നിട്ട് ഇഷ്ടം പോലെ ഉണ്ടാക്കി കൊടുക്കാം. ജോലി ചെയ്യാൻ പോകുന്നതിന് തടയുന്ന എന്തിനാ? ഇനി വൈകി ചെന്നതിൻ്റെ പേരിൽ മുത്തശ്ശിൻ്റെ കയ്യിൽ നിന്ന് ബാക്കിയുള്ളതും കൂടെ കേൾക്കാനാണോ? അത് ശരിയാ. എന്നാൽ അമ്മയുടെ ഉണ്ണിക്കുട്ടൻ വന്നേ എന്നും പറഞ്ഞുകൊണ്ട് കൊച്ചിനെ എടുത്തുകൊണ്ട് കനക അങ്ങ് പോവുക. നവ്യ മുറിയിലേക്കും പോവുക. ഈ സമയം നവ്യ തുണിയൊക്കെ മടക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ കനക അങ്ങോട്ട് ചെല്ലുക. മോളെ എന്താ അമ്മേ? ഒന്നുമില്ല, വെറുതെ വിളിച്ചതാ. ചേച്ചി ഏതു നേരവും ആദർശേട്ടനെ കുറ്റപ്പെടുത്തുന്നുണ്ട്. അത് വേണ്ട, ആദർശേട്ടനെ നയനെടുത്തിയും എന്തിനു ചേച്ചി ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നേ? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, നയനയെ എനിക്കൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, അവളെൻ്റെ അനിയത്തിയാ. പക്ഷെ ആദർശുണ്ടല്ലോ, അയാളെ ഈ ലോകത്ത് ഇല്ലാത്തൊരു വൃത്തികെട്ട മനുഷ്യനാ. ഈ ലോകത്ത് ഇങ്ങനെ ഒരു മനുഷ്യൻ ആരും ഉണ്ടാവില്ല. ഒരു പെണ്ണിനെ സ്നേഹിച്ച് അവൾക്കൊരു കുഞ്ഞിനെയും കൊടുത്ത് അവസാനം അവളെ ചതിച്ചിട്ട് പോകുന്നവൻ, അവനെ ഒരിക്കലും വിശ്വസിക്കാൻ പറ്റില്ല. ചേച്ചി, നാളെ സത്യങ്ങളൊക്കെ അറിയുമ്പോൾ ചേച്ചിക്ക് ആദർശേട്ടനോട് മാപ്പ് പറയേണ്ടി വരും. ചേച്ചി ആദർശേട്ടനെ തെറ്റിദ്ധരിച്ചതിന്. ഒരിക്കലുമില്ല, ആദർശേട്ടൻ തെറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടല്ലേ ആദർശേട്ടൻ ഞങ്ങൾ പറയുന്നതൊക്കെ കേട്ടിട്ട് ഒന്നും മിണ്ടാതെ നിൽക്കുന്നേ. ശരി, ഇനി ആദർശേട്ടൻ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ എന്തിനാ ആ കൊച്ച് ആദർശേട്ടൻ്റെതാന്ന് പറയുന്നേ? അങ്ങനെ ഒരു ത്യാഗം ചെയ്യേണ്ടത് എന്തിനാണ്? അങ്ങനെ എന്തുകൊണ്ടാണ് ത്യാഗം ചെയ്യുന്നതെന്ന് അറിഞ്ഞാലല്ലേ ഞങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റൂ എന്നൊക്കെ പറയുന്ന നവ്യ. ചേച്ചിക്ക് പണ്ട് മുതലേ നയനേച്ചിയെ കണ്ണെടുത്താൽ കണ്ടൂടാ, അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്. പണ്ടും നയനേച്ചിയോട് ചേച്ചി വഴക്കിടാറുണ്ടല്ലോ. ഇപ്പം ഞാൻ അങ്ങനെയൊന്നുമല്ല, ഇടയ്ക്ക് ഞാൻ മാറിയിട്ടുണ്ടായിരുന്നു. നയനയുടെ ഒപ്പം ഞാൻ നിന്നതാ, എൻ്റെ അമ്മായിയമ്മയും ഭർത്താവിനെയും വരെയും വേണ്ടാന്ന് വെച്ചിട്ട്. എന്നിട്ടിപ്പോൾ അവസാനം അവർ തന്നെ ആയിരുന്നല്ലോ എന്നെ തിരിച്ചടിച്ചത്.
അതുകൊണ്ട് തന്നെ എനിക്ക് അവരോട് ഇപ്പോൾ തീരെ സ്നേഹമില്ല എന്നൊക്കെ നമ്മുടെ നവ്യ പറയുക. ഈ സമയം ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ആദർശേട്ടൻ കുറ്റം പറയണ്ടേ, ആദർശേട്ടൻ പാവാ. അയാൾ പാവാണോ ഇല്ലെന്നൊന്നും എനിക്കറിയില്ല, പക്ഷെ അയാൾ ഇപ്പം ചെയ്തത് വലിയൊരു തെറ്റാ എന്നും പറഞ്ഞുകൊണ്ട് നവ്യ ദേഷ്യപ്പെട്ട് അങ്ങ് പോവുക. അത് കണ്ടതും ദേ അമ്മേ, എനിക്ക് അറിയില്ല എന്ത് ചെയ്യണമെന്ന്. നാളെ സത്യങ്ങളൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ നയനേച്ചി അല്ല നവ്യേച്ചി, ഉറപ്പായിട്ടും നയനേച്ചി അവനെ കൊല്ലും. അതിലെനിക്ക് ഒരു ഇതുമില്ല, സംശയമില്ല എന്നും പറഞ്ഞുകൊണ്ട് നന്ദു നിൽക്കണം. അത് കേട്ടതും തലയ്ക്ക് കയ്യും കൊടുത്ത് നമ്മുടെ കനക ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ്. അതോടുകൂടി എപ്പിസോഡ് അവസാനിക്കുകയാണ്. നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കലർക്ക് ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ. താങ്ക് യു ഫ്രണ്ട്. നവ്യമോളെ കുറിച്ച് ഓർത്ത പാവം നവ്യമോള്, അവളെല്ലാ സത്യങ്ങളും അറിഞ്ഞാൽ എന്തൊക്കെ സംഭവിക്കുമെന്ന് ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ ഗോവിന്ദേട്ടാ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നയന വരിക. ആ നയനമോളെ വാ, വന്ന് ചായ കുടിക്ക്. അപ്പം നയന ചായ കുടിക്കാതെ അച്ഛനും അമ്മയ്ക്കും ഒരു സർപ്രൈസും കൊണ്ട് ആദർശേട്ടൻ വരുന്നുണ്ട്. സർപ്രൈസോ? എന്ത് സർപ്രൈസ്? അതൊക്കെ വരുമ്പോൾ കാണാം എന്നും പറഞ്ഞുകൊണ്ട് നയന ഇങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽക്കുക. അപ്പോഴത്തേക്കും ആദർശെത്തിയതും കുഞ്ഞിനെയും കൊണ്ട് ആദർശം വരുന്നുണ്ട്. നമ്മുടെ കനകയ്ക്കും ഗോവിന്ദനും ഭയങ്കര സന്തോഷമായി. അല്ല, ഇതാരാ? വന്നേ. ആ, മോളുടെ പേരറിയാം, പക്ഷെ എന്നാലും അറിയാൻ മോളുടെ വായ കൊണ്ട് കേൾക്കാനുള്ള ആഗ്രഹം കൊണ്ട് ചോദിക്കുക. എന്താ മോളെ പേര്? ചാന്ദിനി മോളെന്നാ. അപ്പം നയന, അതെ ചാന്ദിനി മോളെന്ന് പറയണ്ട, ചാന്ദിനി എന്ന് മാത്രം പറഞ്ഞാൽ മതി. മോളെന്ന് വിളിക്കണമെന്ന് ഞങ്ങൾ തീരുമാനിച്ചോളാം കേട്ടോ. എന്താ നയന ഇത്? ഇത്രയും സുന്ദരി കുട്ടിയെ ഞങ്ങൾ പിന്നെ മോളെ എന്നല്ലാതെ എന്താ വിളിക്കുക? മോളെന്ന് തന്നെ പറഞ്ഞോട്ടോ. ശരി മുത്തശ്ശ എന്നും പറഞ്ഞുകൊണ്ട് ചന്തുമോളിങ്ങനെ തലയാട്ടുക. ഈ സമയം മുത്തശ്ശിയുടെ മോളിങ് വന്നേ എന്നും പറഞ്ഞ് ചന്തുവിനെ ചേർത്ത് പിടിച്ചിട്ട് കനകയും ഓരോരോ കാര്യങ്ങൾ സംസാരിക്കുക. മോളിന് എന്താ കുടിക്കാൻ വേണ്ടേ? ജ്യൂസ് വേണോ ചായ വേണോ? എനിക്കൊന്നും വേണ്ട മുത്തശ്ശി. അതെന്താ അങ്ങനെ പറഞ്ഞത്? ഇവിടം വരെ വന്നിട്ട് ഒന്നും കുടിക്കാതെ പോണേ എന്തിനാ? അത് പിന്നെ ഞങ്ങൾ ചായയൊക്കെ കുടിച്ചിട്ട് അമ്മ വന്നത്, അതുകൊണ്ട് അമ്മോള് വേണ്ടെന്ന് പറയുന്നേ. മിടുക്കി കുട്ടിയാ, ഈ കൊച്ചിനെ നന്നായിട്ട് വളർത്തണം. കുറച്ച് ദിവസം തെറ്റിദ്ധരിച്ച് ഞാനും ഇതിനെ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട്. ദൈവമേ, എല്ലാത്തിനും എന്നോട് പൊറുക്കണേ. അച്ഛാ, അതൊന്നും ഇപ്പം ഞങ്ങൾക്കില്ല. അച്ഛന് ഞങ്ങളോടുള്ള ദേഷ്യമൊക്കെ മാറിയില്ലേ? എൻ്റെ മോനെ, നിങ്ങളോടെന്തിനാ ഞങ്ങൾ ദേഷ്യം കാണിക്കുന്നേ? അതിന് നിങ്ങളൊരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ. തെറ്റ് ചെയ്തവർ സന്തോഷത്തോടെ നടക്കുമ്പോൾ നിങ്ങളോട് ദേഷ്യം കാണിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. പിന്നെ മോനെ കുറ്റപ്പെടുത്തിയല്ലോ എന്നുള്ളൊരു കുറ്റബോധം ഇപ്പോഴും മനസ്സിലുണ്ട് മോനെ. സാരമില്ല അച്ഛാ, അതാരായാലും അങ്ങനെ തന്നെയാ. അച്ഛനല്ല, വേറെ ആരാണെങ്കിലും അത് തന്നെ ചെയ്യും എന്നൊക്കെ പറയാം. എന്നാൽ ഞങ്ങൾ പോയിട്ട് വരട്ടെ. പോയിട്ട് വാ മക്കളെ എന്നും പറയാം. അങ്ങനെ അവർ പോയി കഴിഞ്ഞത് പാവം കൊച്ച്, ആ കൊച്ചിൻ്റെ ജീവിതം എന്താവും അല്ലേ? അഭി ഇത്രയും വലിയൊരു കഴുകനാണെന്ന് നമ്മൾ അറിഞ്ഞില്ലല്ലോ ഗോവിന്ദേട്ടാ. എന്ത് ചെയ്യാനാ? അവൻ കണ്ണും അടച്ച നവ്യമോളെ സ്നേഹിച്ചത്. പക്ഷേ അവൻ്റെ സ്നേഹം വെറും സ്നേഹം മാത്രമായിരുന്നു. ഇപ്പോഴും അങ്ങനെ തന്നെയാ. അവനെ സൂക്ഷിക്കണം. സ്നേഹം നടിച്ച് നവ്യമോളെ കൊല്ലാനും മടിക്കില്ല കനകെ. ആ ഒരു പേടി എനിക്കുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ഗോവിന്ദൻ കനക ഇങ്ങനെ ഇരിക്കുക. ഇതേ സമയം പിന്നീട് കാണിക്കുന്ന കടയിലാണ് ചന്തുമോൾക്ക് വേണ്ട ബാഗും കൊടയൊക്കെ മേടിക്കണം. നയന, മോളെ ഈ ബാഗ് ഇഷ്ടപ്പെട്ടോ? കൊള്ളാലോ, സൂപ്പറായിട്ടുണ്ടമ്മേ എന്നും ചന്തുമോള്. എന്ത് കണ്ടാലും കൊള്ളൂല എന്ന് പറയില്ല, എല്ലാം നല്ലതല്ലേ, മോൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ വേണ്ട, മോൾക്ക് ഇഷ്ടമുള്ളത് പറഞ്ഞോ എന്നും ചോദിക്കുകയാണ്. അത് കേട്ടതും എനിക്കിത് മതി നയന അമ്മേ. അപ്പോൾ ചന്തുമോൾക്ക് വേണ്ടി ആ ബാഗ് മേടിച്ചു. ഈ സമയം കുട എടുക്കുക. ഇത് നല്ല ഡിസൈനാണ്, നമുക്കിതെടുക്കാം. അപ്പം ആദർശ്, അതെ ഡിസൈൻ നോക്കണ്ട, അതിൻ്റെ ക്വാളിറ്റി നോക്ക് എന്നും പറയാം. അത് കേട്ടത് നല്ല ക്വാളിറ്റി ആദർശേട്ടാ, മോളി കുട പിടിച്ച് നോക്കട്ടെ. അങ്ങനെ ചന്തമോള് കുട പിടിച്ചുകൊണ്ടിരിക്കുക. അപ്പോഴേക്കും ആദർശ് ഫോട്ടോ ഒക്കെ എടുത്ത് ഇങ്ങനെ സന്തോഷത്തോടെ അവർ ചിരിച്ചും കളിച്ചൊക്കെ കടയിൽ ബില്ലൊക്കെ കൊടുത്തിട്ട് അവിടെ ഒന്ന് പോരുകയാണ്. ഇതേ സമയം പിന്നീട് ദേവയാനിയാണ് കാണിക്കുന്നത്. ദേവയാനി ഉമ്മറത്ത് ഇങ്ങനെ ഇരിക്കുക. അപ്പോഴേക്കും ആദർശൻ എന്നെ എത്തി. മുത്തശ്ശിയുടെ ചന്തമോള് വന്നോ, വാ എന്നും പറഞ്ഞ് ചന്തമോളെ വിളിക്കുക. അപ്പോൾ ചന്തമോൾ അങ്ങോട്ട് വരിക. ചന്തമോള് വന്നതും നമ്മുടെ ദേവയാനി ചോദിക്കണം, അല്ല മോളെപ്പോൾ വന്നു? ഞാനിപ്പോൾ വന്നോളൂ മുത്തശ്ശി. ആണോ, എല്ലാം വാങ്ങിയോ? എല്ലാം മേടിച്ചു മുത്തശ്ശി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ദേവയാനിയും ചന്തമോള് സംസാരിക്കണം. അപ്പോഴേക്കും നവ്യയും കുഞ്ഞും അവിയും കൂടെ വരിക. ഈ സമയം അവരോട് ചോദിക്കുക, ചേച്ചി എവിടെ പോവുക? കുഞ്ഞിനെ കൊണ്ടൊന്ന് ഹോസ്പിറ്റലിൽ പോവുക, പിന്നെ വീട്ടിലേക്കും പോകണം. ഇവൾക്ക് ഇവിടെ ഇരിക്കുമ്പോൾ ശ്വാസം മുട്ടുക, അതുകൊണ്ട് വീട്ടിൽ പോകണമെന്ന് പറഞ്ഞു, അതുകൊണ്ട് കൊണ്ടാക്കാൻ പോവുക എന്നും അവി. അതെന്താ നവ്യെ ഇവിടെ ഇരിക്കുമ്പോൾ ശ്വാസം മുട്ടുന്നേ എന്നും ദേവയാനി ചോദിക്കുക. എന്ത് ചെയ്യാനാ അമ്മായി, ഇവിടെ ഇരിക്കുമ്പോൾ ഇതൊക്കെ കാണണമല്ലോ. ഈ കുഞ്ഞിനെ എല്ലാവരും തലയിൽ വെച്ചുകൊണ്ട് കിടക്കുക, ഷോപ്പിങ്ങിനും കൊണ്ടുപോവുകയും ബാഗ് മേടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. എൻ്റെ കുഞ്ഞിനെ നോക്കാൻ ആരുമില്ല. അങ്ങനെ നീ എന്തിനാ തോന്നിക്കൊണ്ട് കിടക്കുന്നേ? അങ്ങനെ ഒരു ഇതൊന്നുമില്ല. നിൻ്റെ കുഞ്ഞിനെയും എല്ലാവരും സ്നേഹത്തോടെ തന്നെ നോക്കുന്നത്. അത് മാത്രമല്ല, നിൻ്റെ കുഞ്ഞിനെ ഇവിടെ ആരും വേർതിരിച്ച് കണ്ടിട്ടില്ല. അതിനെ ഷോപ്പിങ്ങിന് കൊണ്ടുപോകാനൊന്നും സമയമായിട്ടില്ലല്ലോ, അതുകൊണ്ടല്ലേ അതിനെ കൊണ്ടുപോകാത്തത്.
അപ്പൊ നമ്മുടെ നയന കൊച്ചിനെ ഒന്ന് എടുക്കാൻ പോവാ. ഉണ്ണിക്കുട്ട വാടാ. വേണ്ട വേണ്ട, നീ കൊച്ചിനെ തൊടണ്ട. നിനക്ക് തൊടാനും കൊഞ്ചിക്കാനും ഈ കൊച്ചുണ്ടല്ലോ, പിന്നെ എന്തിനാ എന്റെ കുഞ്ഞിനെ കൊഞ്ചിക്കാൻ വരുന്നേ? അത് കേട്ടതും എന്താ നവ്യ ഇത്? ഇവിടെ നിന്റെ കുഞ്ഞ് എന്റെ കുഞ്ഞെന്നുണ്ടോ? ഉണ്ടമ്മായി. അങ്ങനെ വേർതിരിച്ച് കാണുമ്പോ അങ്ങനെയല്ലേ പറയാൻ പറ്റൂ. അതുകൊണ്ട് ഉണ്ട്. ഇവിടെ ഇവൾക്ക് അവക്കടെ കൊച്ച്, എനിക്ക് എന്റെ കൊച്ച്, അത്രയേ ഉള്ളൂ. അല്ലാതെ വേറൊന്നുമല്ല. അല്ല നാളെ ഇതിനെ സ്കൂളിൽ ചേർക്കാൻ പോവല്ലേ? അതെ, ചേർക്കാൻ പോവാണ്. അതിനെന്താ? അല്ല, ഇവൾക്ക് എല്ലാ സാധനങ്ങളും മേടിച്ചോ? മേടിച്ചു. ഇവൾക്ക് പേര് കൊടുക്കുമ്പോൾ എന്ത് ഇനിഷ്യലാ ചേർക്കാൻ പോകുന്നേ? അച്ഛൻ്റെയാണോ അമ്മയുടെയാണോ എന്നും നവ്യയുടെ ചോദ്യം. അത് കേട്ടതും ഞങ്ങൾ അച്ഛൻ്റെയോ അമ്മയുടെയോ മുത്തശ്ശൻ്റെയോ മുത്തശ്ശിയുടെയോ ആരുടെ വേണേലും ചേർത്തോളാം. അത് ചേച്ചി അറിയേണ്ട ആവശ്യമില്ലല്ലോ. ചേച്ചി അതിൽ ഇടപെടുകയും വേണ്ട. ചേച്ചിക്ക് ഈ കൊച്ചിനെ ഇഷ്ടമല്ലല്ലോ. അപ്പം പിന്നെ ഈ കൊച്ചിൻ്റെ കാര്യം